ബൈക്ക് നിയന്ത്രണം വിട്ട് കാറിലിടിച്ചുണ്ടായ അപകടത്തിൽ പോലീസ് കാർ ഉടമയെ പ്രതിയാക്കി കേസെടുത്തതിനെതിരെ കാറുടമ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. മാഞ്ഞൂർ പാപ്പനംതോട്ടത്തിൽ ബ്രൈറ്റ് തോംസൺ ആണ് പരാതിക്കാരൻ. ഈ മാസം 17-ന് വൈകുന്നേരം 6:30ഓടെ കോട്ടയം എറണാകുളം റോഡിൽ നമ്പ്യാകുളം ഭാഗത്തു വെച്ചാണ് പരാതിക്കിടയാക്കിയ അപകടമുണ്ടായതെന്ന് ബ്രൈറ്റ് കടുത്തുരുത്തി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കെട്ടിടങ്ങളുടെ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന താൻ വയല സെന്റ് മേരീസ് പള്ളിയിൽ നടക്കുന്ന വർക്കുകൾക്ക് ശേഷം വീട്ടിലേക്ക് വരുമ്പോഴാണ് അപകടമുണ്ടാകുന്നത്. എതിർദിശയിൽ നിന്നും അമിത വേഗത്തിലെത്തിയ ബൈക്ക് റോഡിന്റെ ഇടതുഭാഗം ചേർന്നു പോവുകയായിരുന്ന തന്റെ കാറിൽ വന്നിടിച്ചാണ് അപകടമുണ്ടായത്. ബൈക്ക് അമിത വേഗതയിൽ നിയന്ത്രണം വരുന്നത് കണ്ട് താൻ കാർ റോഡിന്റെ അരികിലേക്ക് ചേർത്ത് നിർത്തിയിരുന്നു. അപകടത്തിന് ശേഷം അപകടത്തിൽപ്പെട്ട യുവാവിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതും താനാണെന്നും ബ്രൈറ്റ് പറയുന്നു. എന്നാൽ പോലീസ് നിരുത്തരവാദപരമായി തന്നെ പ്രതിയാക്കി കേസെടുക്കുകയായിരുന്നുവെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തി തനിക്ക് നീതി ലഭ്യമാക്കണമെന്നും ബ്രൈറ്റ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 17-ാം തീയതി കഴിഞ്ഞ ചൊവ്വാഴ്ച, അതായത് നമ്മളെ കാണാക്കാരിക്കും നമ്മളെ ബോധവൽക്കരണ ഇടയ്ക്ക് വെച്ച് എൻ്റെ വണ്ടിയിൽ ഒരു ബൈക്ക് വന്നിടിച്ച് ഉണ്ടായ ഒരു അപകടത്തിനെ കുറിച്ച് പറയുവാനായിട്ടാണ്. അന്ന് ഏകദേശം ഒരു 6:30 ഈ സംഭവം നടക്കുന്നത്. വണ്ടി ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. അതായത് ഞാൻ പണിസ്ഥലത്ത് നിന്ന് പണിയും കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു ബൈക്ക് ഓവർടേക്ക് ചെയ്ത് റോങ് ആയിട്ട് വന്ന് നമ്മുടെ കാറിൽ ഇടിക്കുമായിരുന്നു. അപ്പം ഞാൻ പരമാവധി എൻ്റെ കാറ് സൈഡിലേക്ക് ഒതുക്കിയായിരുന്നു. ഒതുക്കി നിർത്തിയിരിക്കുന്നത് വിഷ്വൽ നോക്കുമ്പോൾ കാണാം. അപ്പം എന്നിട്ട് പോലും സൈഡിൽ കൂടെ ഇദ്ദേഹം പൊക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പരമാവധി റോഡിൽ നിന്ന് താഴെ ഇറക്കിയത്. ലെഫ്റ്റ് സൈഡ് കാണാം. പക്ഷേ എങ്കിലും നിയന്ത്രണം വിട്ട് വണ്ടി വന്ന് എൻ്റെ കാറിൽ ഇടിക്കുമായിരുന്നു, ബൈക്ക് വന്നിട്ട്. അപ്പോൾ ഇത് ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ തെറിച്ച് എൻ്റെ ബോണറ്റിൽ മറ്റേ ഗ്ലാസ്സിൽ വന്ന് ഇടിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ തലമുടി വരെ അതിനകത്ത് ഇരിപ്പുണ്ട് ഇപ്പോഴും. ആ വണ്ടിയുടെ ഗ്ലാസ്സിൽ ഇടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പതുക്കെ വന്ന് വീണത് കാരണമാണ് അദ്ദേഹം മരിക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം വന്ന വരവിന് അദ്ദേഹം മരിച്ചു എന്ന് തന്നെയാണ് അവിടുത്തെ നാട്ടുകാരെല്ലാവരും വിചാരിച്ചത്. പക്ഷേ ഞാൻ ഇദ്ദേഹത്തിനെ പെട്ടെന്ന് എടുത്ത് ആശുപത്രി കൊണ്ടുപോകാനുള്ള ശ്രമമൊക്കെ നടത്തി. ആരും അതിനകത്ത് ഇയാളെ എടുക്കാനായിട്ട് സഹകരിക്കുന്നില്ലായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഓവർ സ്പീഡിൽ ഇങ്ങനെ വരുന്നതുകൊണ്ട് ആൾക്കാർ വളരെ ഇതായിട്ടാണ് കണ്ടത്. ആ അപകടം നടന്നപ്പോൾ തന്നെ പൂരം അവിടെ ആൾക്കാരൊക്കെ തെറിയും അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും ഞാൻ ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും എടുത്ത് ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു. അപ്പം അവിടെ ഒരു ഓട്ടോറിക്ഷക്കാരനെ കിട്ടി. പിന്നെ ആ ഓട്ടോയിൽ കയറിയപ്പം ഓട്ടോയുടെ ആ വേഗത കുറവായത് കാരണം പിന്നെ ഞാൻ ഒരു ആംബുലൻസിൽ വിളിച്ചു വരുത്തി ആംബുലൻസിൽ കയറ്റിയാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം എന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം അദ്ദേഹത്തിന് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇവരുടെ ബന്ധക്കാർ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് എനിക്കൊരു ചെറിയൊരു നെഞ്ചുവേദന പോലെ വന്നായിരുന്നു. അതായത് ഇതിൻ്റെ എയർ ബാഗ് വന്ന് അടിച്ചതിൻ്റെതായിരിക്കാം. അപ്പോൾ ആ ഒരു ശക്തിയോടെ വരുന്ന സമയത്ത് നമുക്കൊരിതുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ചെറിയ ഒരു നെഞ്ചുവേദനയ്ക്ക് അപ്പോൾ അന്നേരം അവിടെ നിന്ന് തന്നെ ECG ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ചെറിയ വേരിയേഷൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ശാലം കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഒരു ബംഗാളി പയ്യനും കൂടെ എൻ്റെ കൂടെ പണിയുന്ന പയ്യനാണ്. അദ്ദേഹവും കൂടെ ചേർന്നിട്ടാണ് ഇവനെ ഞാൻ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത്. അപ്പം അവിടെ കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പം നാട്ടുകാർ കൊണ്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രത്തിലൊക്കെ വാർത്ത വന്നതല്ല, ഞാൻ തന്നെയാണ് ഇദ്ദേഹത്തിന് കൊണ്ടുപോയതില്ല. എൻ്റെ വണ്ടി കിടക്കുന്ന ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ചെറുക്കൻ ജീവിച്ചിട്ടുണ്ടോ എന്ന് തന്നെ അറിയത്തില്ലായിരുന്നു ആർക്കും. എന്ന് പറഞ്ഞാൽ അത്രമാത്രം പലരും വിളിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിലും ഒരു മനുഷ്യ ജീവനല്ലേ. അപ്പോൾ അത് കാരണം തന്നെയാണ് ഞാൻ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഭംഗിയായിട്ട് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ അന്നേരം തന്നെ തിരിച്ച് പോലീസിലും ഞാൻ വിളിച്ച് പറഞ്ഞാണ് ഇതുപോലെ വണ്ടി ആക്സിഡൻറ്റ് കാണാക്കാരി അവിടെ വെച്ചുണ്ടായിട്ടുണ്ട്. അപ്പം എൻ്റെ വണ്ടി എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇടുവാണെങ്കിൽ നല്ലതായിരുന്നു. റോഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വളമായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാനത് പറയത്തില്ലായിരുന്നു. അങ്ങനെ ഇതെല്ലാം ചെയ്തുവെങ്കിലും ഈ വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായ ഈ പയ്യൻ്റെ സഹോദരി നമ്മുടെ പോലീസിന് മൊഴി നൽകിയിരിക്കണ നേരെ വിപരീതമായിട്ടായിരുന്നു. അതായത് ഞാൻ ചെന്ന് അങ്ങോട്ട് ചെന്ന് ഇടിച്ച രീതിയിലാണ് ഇവർ മൊഴി കൊടുത്തത്. അതനുസരിച്ച് ഇവർ FIR തയ്യാറാക്കി. i4u ന്യൂസ്, ഏറ്റുമാനൂർ.